ഇത് ഫയർ അല്ല, ഇത് വൈൽഡ് ഫയർ എന്ന് പറയുമ്പോൾ ഈ വൈൽഡ് ഫയർ എങ്ങോട്ട് വേണമെങ്കിലും പടർന്നു പിടിക്കാം, സ്വന്തം മൂട്ടിലേക്ക് വേണമെങ്കിലും പടർന്നു പിടിക്കാം. അതിശക്തമായ ബാറ്റിംഗ് നിര, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിര, അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ഒരു ബോളിംഗ് നിരയാണ്. അതുപോലെ തന്നെ വളരെ വീക്കായിട്ടുള്ള ഒരു ബെഞ്ചും ആണ് ഇവർക്ക് ഈ വർഷം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വെട്ടെന്ന് മുറി രണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ വർഷവും ടീം ഇട്ടിരിക്കുന്നത്. ഹെഡ് ക്ലാസൻ, അഭിഷേക്, നിതീഷ് റെഡ്ഡി എന്നിവരടങ്ങുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ഇഷാൻ കിഷൻ, അഭിനവ് മനോഹർ എന്നിവരെ കൂടെ കൊണ്ടുവന്ന ആ ഫയർ പവറിന് വീര്യം കൂട്ടിയിരിക്കുകയാണ് SRH. ഈ വർഷം ഒരു 240 അല്ലെങ്കിൽ 270 എന്തിന് 300 വേണമെങ്കിലും കാണാൻ സാധിച്ചേക്കാം നമുക്ക് ടോട്ടൽ സ്കോറിൽ. അത്ര വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പാണ് SRHന്. പക്ഷെ എത്ര അടിച്ചാലും അതിനനുസരിച്ച് ഉദാര മനസ്സോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോളിംഗ് ലൈനപ്പാണ് SRH ഈ വർഷം എടുത്തു വെച്ചിരിക്കുന്നത്. SRHന്റെ സ്പിൻ ബോളിങ്ങിന് ഒരു ഓസ്ട്രേലിയൻ ടച്ച് കൊടുത്തുകൊണ്ട് ആദം സാംബയും ഈ വർഷം SRHന്റെ പോണ്ട്. കഴിഞ്ഞ വർഷം ഗ്ലെൻ ഫിലിപ്പ്, മാർക്കോ യാൻസൺ, ഉമ്രാൻ മാലിക്, വാഷിംഗ്ടൺ സുന്ദർ, അതുപോലെ തന്നെ ഷഹബാസ് അഹമ്മദ്, ഇത്രയും കിടിലൻ ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന SRHന്റെ ഈ വർഷം ബെഞ്ചിലിരിക്കുന്നത് സച്ചിൻ ബേബിയും മുനത് ഖട്ടും കുറച്ച് ഇന്ത്യൻ യങ് പ്ലേയേഴ്സും മാത്രമാണ്. എന്തായാലും നമുക്ക് ഇവരുടെ പ്ലേയിങ് 11 ഒന്ന് നോക്കാം. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് പ്ലെയർ. ഈ വർഷം മാറ്റമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അഭിഷേക് ശർമ്മ ഈ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ 28 ബോളിലാണ് ഇപ്പോൾ ഒരു സെഞ്ചുറി അടിച്ചത്. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡും നല്ല ഫോമിലാണ്. എ ന്യൂ അഡീഷൻ ടു ദ സ്പൈസ് പിന്നീട് വരുന്നത് ഇഷാൻ കിഷനാണ്, 3 ലെഫ്റ്റ് ഹാൻഡർ അറ്റ് ദ ടോപ്പ്. അത് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ പുതിയ T20 ക്യാപ്റ്റൻ എൻറിച്ച് ക്ലാസൻ, പിന്നീട് ഇന്ത്യയുടെ ന്യൂ സെൻസേഷൻ നിതീഷ് കുമാർ റെഡ്ഡി. ഇവർ രണ്ടുപേരും അവരുടെ പൊസിഷൻസ് സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കാനാണ് ചാൻസ്. അത് കഴിഞ്ഞ് വരുന്ന അഭിനവ് മനോഹർ അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻ ആണ്. അത് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കമ്മിൻസ്. ലോവർ ഓർഡറിലേക്ക് വരുമ്പോൾ ഇവരുടെ ഫയർ പവർ ഒരു അല്പം കുറയുന്നുണ്ട്. പക്ഷെ ലോവർ ഓർഡറിലേക്ക് വരേണ്ടി വരില്ല മിക്ക മാച്ചുകളിലും. അത്ര സ്ട്രോങ് ആണ് ഇവരുടെ ടോപ്പ് ആൻഡ് മിഡിൽ ഓർഡർ. ഈ ഒരു 11 ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങൾ ആവശ്യം വന്നാൽ ഇവർക്ക് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കമൻഡു മെൻഡിസിനെയും കളിപ്പിക്കാൻ പറ്റും. ബോളിംഗ് ആണ് ഇവരുടെ പ്രധാന പ്രശ്നം. ഉള്ള ബോളേഴ്സ് മിക്കുള്ളവരും തല്ലോടികളാണ്. ഹർഷൽ വിക്കറ്റ് എടുക്കും, പക്ഷെ നല്ല അടികൊള്ളും. കമ്മിൻസ് ഇടയ്ക്കും മുറയ്ക്കും വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എറിഞ്ഞിട്ട് പോവാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. ഈ വർഷം അതുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഷമിയുടെ എക്കോണമിയും അത്ര നല്ലതല്ല IPL. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പിന്നർ ചാഹറും IPL കുറച്ച് നാളായിട്ട് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മൊത്തത്തിൽ ഇവർ 250 അടിച്ചാലും തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പ്, ബോളേഴ്സ് ഉണ്ടാക്കാനുള്ള ഉദാര മനസ്സുള്ള ബോളേഴ്സാണ് ഇവർക്കുള്ളത്. ഇനി സാമ്പ കളിക്കുകയാണെങ്കിൽ സ്ഥിതി വ്യത്യാസമായിരിക്കും. പക്ഷേ സാമ്പ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബാറ്റിങ്ങിന്റെ ലോവർ ഓർഡറിൽ ഇവർക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബ്രൈഡൻ കാർസ് എന്ന് പറഞ്ഞൊരു പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ഉണ്ട്. പുള്ളി അത്യാവശ്യം ഹിറ്റ് ചെയ്യാനും പറ്റുന്ന ബാറ്റ്സ്മാനും കൂടിയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണമെങ്കിൽ ഇവർക്ക് കാർസിനെയും യൂസ് ചെയ്യാവുന്നതാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട്. പിന്നെ അഭിഷേക് ശർമ്മ, നിതീഷ് റെഡ്ഡി അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇവർക്ക് ബോളിങ്ങിൽ. പക്ഷേ സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സിന്റെ ഒരു കുറവ് ഈ ബോളിംഗ് നിരയിൽ നന്നായിട്ട് കാണാനുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര സുഖമുള്ളൊരു ബോളിംഗ് നിരയായിട്ട് തോന്നില്ല SRHന്റെ ഈ വർഷം. പോരാതെ തന്നെ ഷമിക്ക് പരിക്ക് പറ്റി ഷമിക്ക് കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാച്ചസ് മിസ്സാവുകയോ ചെയ്യുകയാണെങ്കിൽ പറ്റിയൊരു ബാക്കപ്പും ഇവർക്ക് അവൈലബിൾ അല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടീമുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് ഇവർ. ഇഷാൻ കിഷനെയും അതുപോലെ തന്നെ അഭിനവ് മനോഹറിനെയും കൊണ്ടുവന്നിട്ട് ബോളിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീക്കായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ബോളിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇവർക്ക്. അഥവാ ഒരു ബോളർ ഫോം ഔട്ട് ആയാലും അവരുടെ ബെഞ്ചിൽ പോലും നല്ല ബോളേഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഈ വർഷം ബെഞ്ചിലും നല്ല ബോളേഴ്സ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കഴിഞ്ഞ വർഷം പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ടീം എടുത്തിരിക്കുന്നത്. ബാറ്റിങ്ങിൽ മാക്സിമം ഫയർ പവർ കൊണ്ടുവരിക, അതുപോലെ ബോളിംഗ് ഡീസന്റ് ആക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് നല്ലൊരു ടീമാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ക്രൂഷ്യൽ മാച്ചുകളിൽ പണി കിട്ടാൻ ചാൻസ് ഉള്ളൊരു ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഈ ടീമിന് കൊടുക്കുന്ന റേറ്റിംഗ് 8 out of 10 ആണ്. അത് അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് കൊണ്ടാണ്. കുറച്ച് റേറ്റിംഗ് കുറയുന്നത് അവരുടെ ബോളിങ്ങിന്റെ ഡെപ്ത് ഇല്ലായ്മ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സിന്റെ അഭാവം കൊണ്ടാണ്.